السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. പരമാവധി എല്ലാവരും ഇരുന്ന് തന്നെ സഹകരിക്കുക. ബഹുമാനപ്പെട്ട ഈ മഹത്തായ വേദിയിൽ പ്രാർത്ഥന നിർവഹിച്ച സയ്യിദ് മുഹമ്മദ് സുഫ്വാൻ ബാഹസൻ അസ്സഖാഫി, ഈ മഹത്തായ പരിപാടി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ CM കുട്ടി സഖാഫി, ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തന്ന വന്യനായ അയ്യൂബ് സഖാഫി പള്ളിപ്പുറം, MA ജലീൽ സഖാഫി പുല്ലാര, MC അബ്ദുൽ അസീസ് സഖാഫി മോങ്ങം, മറ്റു പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, നല്ലവരായ ശ്രോതാക്കൾ, വളരെ കൂടുതലായ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കേണ്ടി വരില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സമസ്ത കേരള സഖാഫീസ് അസോസിയേഷൻ കേവലം ചെറിയ 2 റിപ്പോർട്ടുകൾ നൽകിയപ്പോഴേക്ക് ഈ രൂപത്തിൽ മുതലക്കുളത്ത് തടിച്ചുകൂടിയ ഈ ജനസഞ്ചയത്തെ കാണുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു ധർമ്മസമരത്തിന് സഖാഫികൾ തന്നെ രംഗത്തേക്ക് വന്നാൽ വിഘടിത വിഭാഗത്തിന്റെ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണി അസ്തമിക്കാൻ ഇവിടെ യാതൊരു പ്രയാസവുമില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കേവലം ചെറിയൊരു പ്രഭാഷണത്തിലോ ഈ മുതലക്കുളത്തെ ഒരു സമ്മേളനത്തിലോ മാത്രം ഒതുങ്ങാതെ വന്യരായ അധ്യക്ഷൻ CM കുട്ടി സഖാഫി പ്രഖ്യാപിച്ചതുപോലെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണ പ്രവർത്തന രംഗത്ത് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർക്ക് തടസ്സം നിൽക്കുന്ന ആളുകളെ അറബിക്കടലിന്റെ ആഴിലേക്ക് വലിച്ചെറിയാൻ സഖാഫീസ് അസോസിയേഷൻ ഇതാ ഇവിടുന്ന് പ്രതിജ്ഞ പുതുക്കുകയാണ്. പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, നിങ്ങളുടെ സഹായം ഞങ്ങൾ തേടുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 80 വർഷക്കാലമായി. എന്നാൽ ഈ ഒരു പ്രസ്ഥാനം ഭൗതികമായ യാതൊരു ലക്ഷ്യവുമില്ലാതെ ആത്മീയമായ ലക്ഷ്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു ആദർശ പ്രസ്ഥാനത്തിലൂടെ ഇവിടുത്തെ പണ്ഡിത മഹത്തുക്കൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്തയെ അംഗീകരിക്കാൻ കേരളത്തിലെ മുഴുവൻ മുസ്ലിം ഉമ്മത്തും തയ്യാറായിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നു, കേരളത്തിലെ പണ്ഡിതന്മാർ എന്താണ് നിർദ്ദേശിക്കുന്നത് ഇതുമാത്രം അനുസരിക്കുന്ന ഒരു വിഭാഗമായി കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത്. എന്നാൽ പരിശുദ്ധ ദീനി ഇവിടുന്ന് തകർത്തു കളയണം എന്ന ലക്ഷ്യത്തോടെ ഇവിടെ ബിദ്അത്തിന്റെ ആളുകൾ വന്നു. എല്ലാ ബഹുമാനങ്ങളും നശിപ്പിക്കാനോ എല്ലാ ആദരവും നശിപ്പിക്കാനോ
വിശുദ്ധമായ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ മുഴുവനും അനാചാരമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധമായ മതത്തിന്റെ പേരിൽ ചില അനാചാരങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതാണ് മതത്തിന്റെ ആചാരമെന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യം മുന്നിൽ കണ്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരാകുന്ന ഉസ്താദുമാര് ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുത്ത് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ബിദ്അത്തുകാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, മഹല്ലത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. സാധുക്കളാകുന്ന മുസ്ലിം മനസ്സുകളിൽ വികലമായ ആദർശം ഇവർക്ക് പ്രചരിപ്പിക്കാനോ വേരോട്ടാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അല്ലാഹുവിന്റെ ദീൻ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ അപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുന്ദരമായ ദീന് ഏത് വിധത്തിലാണോ തകർക്കേണ്ടത് എന്നാണ് അവരൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ചിന്തയുടെ പരിണിത ഫലമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശം നശിപ്പിക്കാൻ, സമസ്തയുടെ ആദർശത്തെ മോഷണം നടത്താൻ, സമസ്തയുടെ ആദർശത്തെ വികലമാക്കാൻ, സമസ്തയുടെ ആദർശവാഹകരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി സമസ്തയുടെ യൂണിഫോം ധരിച്ചുകൊണ്ട്, സമസ്തയുടെ വേഷം ധരിച്ചുകൊണ്ട്, സമസ്തയുടെ ശൈലി സ്വീകരിച്ചുകൊണ്ട്, സമസ്തയുടെ പേര് സ്വീകരിച്ചുകൊണ്ട്, സമസ്തയുടെ പതാക സ്വീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നാൽ മാത്രമേ ഇവിടെ ദീനു തകർക്കാൻ കഴിയൂ എന്ന് ബോധ്യപ്പെട്ട ആളുകൾ ആ ഒരു പ്രവർത്തനത്തിന് മുന്നിലേക്ക് ഇറങ്ങുമ്പോഴേക്ക് കാലം 1989 എത്തിയിരുന്നു എന്ന് മാത്രം. 1989 ഈ വിഭാഗം അല്ലാഹുവിന്റെ ദീനു തകർക്കാൻ വേണ്ടി സ്വീകരിച്ച ശൈലി സമസ്തയുടെ പേര് തന്നെയായിരുന്നു, സമസ്തയുടെ പതാകയായിരുന്നു, സമസ്തയുടെ വേഷമായിരുന്നു, സമസ്തയുടെ ശൈലിയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കുക, ഇങ്ങനെ സമസ്തയുടെ പേരിൽ 1989 ഒരു വിഭാഗം പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ബാഹ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് വല്ലാതെ ആഗ്രഹിക്കുന്ന ആദർശത്തെ കുറിച്ച് തന്നെയായിരുന്നു. അവർ ഇവിടെ ബഹുമാനം എന്ന് പറഞ്ഞ്, ബഹുമാനിക്കപ്പെടേണ്ട ആളുകൾ എന്ന് പറഞ്ഞ് ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തിയത് മഹാനാകുന്ന ഖുത്ബുൽ അഖ്താബ് അഷ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ട ശൈഖ് അവറുകളെയായിരുന്നു, ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഇ തങ്ങളെയായിരുന്നു, ബഹുമാനപ്പെട്ട അജ്മീർ ഖാജയായിരുന്നു. ഔലിയാഇന്റെ പേര് പറഞ്ഞിട്ട് ഔലിയാഇന്റെ പേരിലൂടെ പാവപ്പെട്ട ജനങ്ങൾ മുഴുവനും ഇവരുടെ ആദർശത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഔലിയാഇനെ സ്നേഹിക്കുന്ന ഒട്ടനേകം ആളുകൾ ഇവരുടെ കാപ്പട്ടം തിരിയാത്തതിന്റെ പേരിൽ അവരുടെ കൂടെ പ്രവർത്തിക്കാൻ പോയിട്ടുണ്ട്. അവരൊക്കെ സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിച്ചതിന്റെ പേരിലായിരുന്നു. മുതഅല്ലിമീങ്ങളാകുന്ന ആളുകൾ, മുഅല്ലിമീങ്ങളാകുന്ന പല സുഹൃത്തുക്കളും, സാധാരണക്കാരാകുന്ന സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പൊതുജനങ്ങളും പലപ്പോഴും ഇവരുടെ ആദർശം കേട്ടിട്ട്, ഇവരുടെ പ്രഭാഷണം കേട്ടിട്ട്, ഇവരുടെ ആത്മീയമായ ശൈലി കണ്ടിട്ട് പലപ്പോഴും ഇവരുടെ കൂടെ കൂടിയിട്ടുണ്ട്. സാധുക്കളാകുന്ന ഞങ്ങളും അവർക്ക് വേണ്ടി ധാരാളം പ്രവർത്തിച്ച ആളുകളാണ്. അവരെക്കുറിച്ച് ഞങ്ങളുടെയൊക്കെ ധാരണ എന്തായിരുന്നു? ഇന്നും മറുവിഭാഗം പ്രചരിപ്പിക്കുന്നത് പോലെ സാക്ഷാൽ ഖുത്ബുൽ അഖ്താബിന്റെ സ്ഥാനത്തേക്ക്, മഹാന്മാരാകുന്ന ഔലിയാഇന്റെ സ്ഥാനത്തേക്ക്, വലിയ വലിയ മശായിഖിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടാൻ യോഗ്യരായ ആളുകളാണ് എന്ന വിധത്തിൽ ഞങ്ങളൊക്കെ പ്രസംഗിച്ച്, ഞങ്ങളൊക്കെ പ്രവർത്തിച്ചു നടന്നിരുന്നു. ഇതേ ആദർശം പറഞ്ഞിട്ട് ഇതേ ചിന്തയോടെ പ്രവർത്തിക്കുന്ന മറുവിഭാഗത്തുള്ള ധാരാളം സുഹൃത്തുക്കളുണ്ട്.